ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോബസ്റ്റ് പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി 2 റോബസ്റ്റ് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 250 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവസാനമായി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് കാരമലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ചൂടാറുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അതിവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇഡലിച്ചെമ്പിലേക്ക് ഇതുപോലത്തെ ഒരു ട്രേ വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ബൗൾ ഇറക്കി വെക്കാം. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 30 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ ചൂട് അറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമത്താം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്